ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു അടിപൊളി ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എന്ത് ഐസ്ക്രീമാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ താഴെ പോയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ സീസണാണ്. അപ്പോൾ അത് ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അതുള്ളവരൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഐസ്ക്രീം. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് നോക്കിയിട്ട് 4 പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഫ്രൂട്ട്സിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കറിയാമല്ലോ ഓരോ നാട്ടിലും എന്താ അതിന് പേര് പറയാമെന്ന്. അപ്പോൾ ഇത് ഞാൻ 4 കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ പൾപ്പ്, ഉള്ളിലെ ആ പൾപ്പ് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ 4 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് മാത്രം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഇത് നല്ല പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല, അത് ഓരോ പാഷൻ ഫ്രൂട്ടിനും ഓരോ ടൈപ്പ് ആവും. അപ്പോൾ അതിൻ്റെ പുളിക്കൊക്കെ മധുരത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് അധികം തന്നെ പഞ്ചസാര ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താലും മതി കേട്ടോ. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ പുളി മുന്നിലേക്ക് നിൽക്കരുത് കേട്ടോ. മധുരം മുന്നിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസ്ക്രീമിന് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാവും, നല്ല സ്റ്റിഫാക്കി എടുക്കുക കേട്ടോ. ക്രീം നമ്മൾ കേക്കിനൊക്കെ എത്രത്തോളം സ്റ്റിഫാക്കുമോ അത്രയും സ്റ്റിഫാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാട്ടോ, ക്രീം നന്നായിട്ട് സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ക്രീമിലേക്ക് ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്രീം നന്നായിട്ട് സ്റ്റിഫാക്കണം എന്ന് പറയുന്നത്, ഇത് കുറച്ച് വെള്ളം പോലെയാണല്ലോ, അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ അത് കുറച്ച് ലൂസാവും. അപ്പോൾ നന്നായി സ്റ്റിഫായാലേ ആ ഒരു പാകത്തിനായി കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സാക്കിയാൽ മതി, അല്ലെങ്കിൽ മറ്റേ ബീറ്റർ ഉപയോഗിച്ചിട്ടും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കുന്ന, അതിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചിട്ട് നമുക്കിത് 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ എടുത്താൽ മതി. അങ്ങനെ 8 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റാം കേട്ടോ. 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ 8 മണിക്കൂർ ഫ്രീസ് ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് ഉണ്ടാക്കാൻ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പഞ്ചസാരയും വിപ്പിംഗ് ക്രീമും പാഷൻ ഫ്രൂട്ടും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.